വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? പക്ഷെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീട്ടിൽ ദിവസവും ഉപയോഗിക്കാവുന്ന 20 ഇംഗ്ലീഷ് സെന്റൻസുകൾ പഠിച്ചു തുടങ്ങാം. ഹായ് എവരിവൺ, വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ലിജിത. ഞാൻ ലിജിത. ഈ ഒരു ചാനലിലൂടെ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് മലയാളം വഴി പഠിച്ചെടുക്കാം. വീഡിയോ കാണൂ, അതുപോലെ തന്നെ ഓരോ സെന്റൻസും റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേ 1-ൽ കുറച്ച് സെന്റൻസുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അത് ഓർമ്മ ഉണ്ടാവില്ലേ എല്ലാവർക്കും? എല്ലാവരും അത് പറഞ്ഞു നോക്കാറുണ്ടോ? അത് പഠിച്ചു തീർന്നോ? അപ്പൊ ഇനി നമുക്ക് ഡേ 2 നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഡേ 2-ൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ എന്താണ് ഓരോരുത്തരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ടി വരും അല്ലെ? അപ്പൊ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ന് പറയും. അപ്പൊ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? വേക്കപ്പ് അല്ലെ? എന്താണ് വേക്കപ്പ് വേക്കപ്പ്, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ അല്ലെ? നമ്മളിങ്ങനെ തട്ടി വിളിക്കും ഓരോരുത്തരും, എന്താണ് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എഴുന്നേൽക്കൂ എന്നുള്ളതിന് എന്ത് പറയും? വേക്കപ്പ് അല്ലെ? ഇനി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയോട് നമ്മൾ എന്താ ആദ്യം പറയാ? ഗുഡ് മോർണിംഗ് അല്ലെ? ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ സുപ്രഭാതം. ഇത് നമ്മൾ ഡേ 1-ൽ പറഞ്ഞിരുന്നു, സുപ്രഭാതം എന്നുള്ളത് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ എഴുന്നേൽപ്പിക്കും. എങ്ങനെ എഴുന്നേൽപ്പിക്കുക? എന്ത് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കുക? വേക്കപ്പ് വേക്കപ്പ് അല്ലെ? വേക്കപ്പ് വേക്കപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഒരു വ്യക്തി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് എന്താ പറയേണ്ടത്? ഗുഡ് മോർണിംഗ് അല്ലെ? അങ്ങനെയല്ലേ പറയേണ്ടത്? നമ്മളൊന്ന് വിഷ് ചെയ്യും അല്ലെ? ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പൊ അവര് എണീറ്റ് കഴിഞ്ഞ് നമ്മൾ എന്താ അവരോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരോട് എന്ത് പറയും? ബ്രഷ് യുവർ ടീത്ത് അല്ലെ? എന്താണ്? പല്ല് തേക്ക് പോയിട്ട് അല്ലെ? പല്ല് തേക്കാൻ പറയും അല്ലെ? എന്താണ് പല്ല് തേക്കാൻ പറയുന്നതിന് എന്താ പറയാ? ബ്രഷ് യുവർ ടീത്ത് എന്ന് പറയും അല്ലെ? ഇനി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? വാഷ് യുവർ ഫേസ്. എന്താ ചെയ്യേണ്ടത്? വാഷ് യുവർ ഫേസ് അല്ലെ? അപ്പോൾ ബ്രഷ് യുവർ ടീത്ത് എന്ന് പറയും അല്ലെ? പല്ല് തേക്കൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്ത് പറയും? മുഖം കഴുകൂ അല്ലെ? എങ്ങനെ മുഖം കഴുകൂ എന്ന് പറയേണ്ടത്? വാഷ് യുവർ ഫേസ് എന്നുള്ളതാണ് പറയേണ്ടത്. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ ആദ്യം എന്ത് പറയും? വേക്കപ്പ്, എഴുന്നേൽക്കൂ എന്ന് പറയും അല്ലെ? എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് എന്ത് പറയും നമ്മള്? ഗുഡ് മോർണിംഗ് എന്ന് പറയും അല്ലെ? അപ്പൊ രാവിലെ ആദ്യം എണീറ്റ് വരുന്നത് കണ്ടാലും നമ്മൾ അവരോട് എന്ത് പറയാൻ പറ്റും? ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റും അല്ലെ? പിന്നെ എന്താണ്? ഇനി പല്ല് തേക്ക് എന്ന് പറയും അല്ലെ? അപ്പൊ എന്താണ്? ബ്രഷ് യുവർ ടീത്ത് എന്ന് പറയും. എന്താ പല്ല് തേക്കാൻ പറയേണ്ടത്? ബ്രഷ് യുവർ ടീത്ത് അല്ലെ? അത് കഴിഞ്ഞാൽ എന്ത് പറയും? വാഷ് യുവർ ഫേസ് എന്ന് പറയും അല്ലെ? മുഖം കഴുകൂ. ഓർമ്മയുണ്ടോ? അപ്പൊ മുഖമൊക്കെ കഴുകി കഴിഞ്ഞു അല്ലെ? ഇനി നമ്മൾ പറയും എന്താണ്? കുളിക്കാൻ പറയും അല്ലെ? അപ്പൊ കുളിക്കൂ എന്നുള്ളതിന് എന്താ പറയാ? ടേക്ക് എ ബാത്ത്, കുളിക്കൂ അല്ലെ? ടേക്ക് എ ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുളിക്കൂ എന്നുള്ളതാണ്. പിന്നെ മറന്നു പോവോ? കുളിക്കൂ എന്നുള്ളതിന് എന്താ പറയേണ്ടത്? ടേക്ക് എ ബാത്ത്. അത് കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ്? ഡ്രസ്സ് ഇടൂ അല്ലെ? ഡ്രസ്സ് പോയി ഇടൂ എന്ന് പറയും അല്ലെ? വെയർ യുവർ ഡ്രസ് എന്നാണ് പറയുക അല്ലെ? വെയർ യുവർ ഡ്രസ് എന്ന് പറയും. അപ്പൊ ഡ്രസ്സ് ഇടൂ എന്നുള്ളതിന് എന്ത് പറയും? വെയർ യുവർ ഡ്രസ് എന്നുള്ളതാണ് കേട്ടോ. വെയർ യുവർ ഡ്രസ്. മറക്കില്ലല്ലോ? അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മള്? വേക്കപ്പ് എന്ന് പറഞ്ഞു അല്ലെ? എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു അല്ലെ? ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സുപ്രഭാതം എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ബ്രഷ് യുവർ ടീത്ത് അല്ലെ? പല്ല് തേക്കാനായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? വാഷ് യുവർ ഫേസ് അല്ലെ? മുഖം കഴുകാനായിട്ട് പറഞ്ഞു. ഇനി മുഖം കഴുകി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ടേക്ക് എ ബാത്ത് അല്ലെ? എന്താണ്? കുളിക്കൂ എന്ന് പറഞ്ഞു. ഇനി കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഡ്രസ് ധരിക്കൂ എന്ന് പറഞ്ഞു അല്ലെ? വെയർ യുവർ ഡ്രസ് എന്ന് പറഞ്ഞു. ഇത്രയും ഓക്കെ ആണല്ലോ? നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം. നിങ്ങൾക്കിത് വീണ്ടും പറഞ്ഞു നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ പറഞ്ഞു പഠിക്കണം. അപ്പോഴേ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ചായ ഉണ്ടാക്കാം. എങ്ങനെ പറയേണ്ടത്? ലെറ്റ്സ് മേക്ക് എ ടീ അല്ലേ? എന്താണ്? നമുക്ക് ചായ ഉണ്ടാക്കാം. എന്താ പറയേണ്ടത്? ലെറ്റ്സ് മേക്ക് എ ടീ എന്ന് പറയണം അല്ലേ? ഇനി ചായ ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യണം? ബോയിൽ ദ വാട്ടർ. വെള്ളം എന്ത് ചെയ്യണം? തിളപ്പിക്കാൻ വെക്കണം അല്ലേ? ബോയിൽ ദ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം തിളപ്പിക്കൂ അല്ലേ? ബോയിൽ ദ വാട്ടർ എന്താണ്? വെള്ളം തിളപ്പിക്കൂ. ഇനി തിളച്ച വെള്ളത്തിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ഷുഗർ അല്ലേ? എന്താണ്? പഞ്ചസാര ഇടൂ. ആഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇടൂ എന്നുള്ളതാണ് അല്ലേ? ഇനിയോ? ടീ ഈസ് റെഡി. ചായ റെഡി ആയി കഴിഞ്ഞു അല്ലേ? ടീ ഈസ് റെഡി. അപ്പൊ എന്താണ് ആദ്യം ചെയ്തത്? നമുക്ക് ചായ ഉണ്ടാക്കാം അല്ലെ? ലെറ്റ്സ് മേക്ക് എ ടീ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് ചെയ്തത്? കുറച്ച് വെള്ളം തിളപ്പിക്കൂ അല്ലെ? വെള്ളം തിളപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിൽ ദ വാട്ടർ അല്ലെ? വെള്ളം തിളപ്പിക്കൂ. ഇനി എന്താണ്? പഞ്ചസാര ഇടൂ. ആഡ് ദ ഷുഗർ അല്ലെ? പഞ്ചസാര ഇടൂ. അത് കഴിഞ്ഞപ്പോൾ എന്തായി? ടീ ഈസ് റെഡി. എന്താണ്? ചായ റെഡിയായി അല്ലേ? അപ്പൊ നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു അല്ലെ? ഇനി എന്താണ്? ലെറ്റ്സ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. എന്തെന്താണ്? പ്രഭാത ഭക്ഷണം തയ്യാറാക്കാം അല്ലെ? അപ്പൊ പ്രഭാത ഭക്ഷണം തയ്യാറാക്കാം എന്ന് പറയുന്നതിന് എങ്ങനെയാണ് പറയാ? ലെറ്റ്സ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ലെറ്റ്സ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതാണ് കേട്ടോ. പ്രഭാത ഭക്ഷണം
തയ്യാറാക്കാം. അപ്പോൾ പ്രഭാത ഭക്ഷണമൊക്കെ തയ്യാറാക്കുമ്പോൾ ഇപ്പൊ രാവിലെ എല്ലാവരും ജോലിക്കൊക്കെ പോവാണ്, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് അടുക്കളയിലൊക്കെ ആകെ എന്താണ് തിരക്കൊഴിച്ചിട്ടായിരിക്കും ല്ലേ. അപ്പൊ എന്താണ് ചിലപ്പോ അമ്മ പറയും എന്താണ് കട്ട് ദ വെജിറ്റബിൾസ് ല്ലേ. അപ്പൊ എന്താണ് പച്ചക്കറികൾ അരിയൂ ല്ലേ, പച്ചക്കറി അരിയൂ എന്ന് പറയും ല്ലേ. അപ്പൊ പച്ചക്കറി അരിയൂ എന്നുള്ളതിന് എന്താ പറയാ, കട്ട് ദ വെജിറ്റബിൾസ്. എന്താ പറയേണ്ടത്, കട്ട് ദ വെജിറ്റബിൾസ്. അത് കഴിഞ്ഞാൽ പറയാം എന്താണ്, ആ അരി ഒന്ന് കഴുകിട്ടോ ല്ലേ. ആ അരി ഒന്ന് കഴുകുന്ന എങ്ങനെ പറയാ, വാഷ് ദ റൈസ് ല്ലേ. ആ അരി ഒന്ന് അരി കഴുകുന്നു എങ്ങനെ പറയും, വാഷ് ദ റൈസ്. വാഷ് ദ റൈസ് എന്ന് പറഞ്ഞാല് അരി കഴുകൂ അല്ലേ. ഇനി ഭക്ഷണം തയ്യാറായി അതെങ്ങനെ പറയാ, ദ ഫുഡ് ഈസ് റെഡി ല്ലേ. എന്താണ്, ഫുഡ് ഈസ് റെഡി എന്നല്ല, FOOD ഫുഡ് എന്നുള്ളത് നമ്മൾ ഫുഡ് എന്ന് പറയൂലേ, പക്ഷെ എന്താണ് ശരിക്കും പറയേണ്ടത്, ഫുഡ് എന്നാണ് കേട്ടോ പറയേണ്ടത്. ദ ഫുഡ് ഈസ് റെഡി. അപ്പൊ എന്താണ്, ഭക്ഷണമൊക്കെ തയ്യാറായി അല്ലേ. ദ ഫുഡ് ഈസ് റെഡി, ഭക്ഷണം തയ്യാറായി. പ്ലീസ് ഈറ്റ്, ദയവായി അത് കഴിക്കൂ അല്ലേ. ഭക്ഷണം കഴിക്കൂ അല്ലേ. അവിടെ വന്നിരിക്കുമ്പോൾ, ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും, ആ ഭക്ഷണം കഴിക്കൂ അല്ലേ, പ്ലീസ് ഈറ്റ്, ഭക്ഷണം കഴിക്കൂ എന്ന് പറയും. പിന്നെ നമ്മൾ സാധാരണ പറയുന്നതാണ് എന്താണ്, കുറച്ച് വെള്ളം കുടിക്കുക അല്ലേ. എന്താണ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നതിന് എന്താണ്, ഡ്രിങ്ക് സം വാട്ടർ അല്ലേ. കുറച്ച് വെള്ളം കുടിക്കുക, എന്താണ്, ഡ്രിങ്ക് സം വാട്ടർ. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതിന് ഓർമ്മ കിട്ടില്ലേ, എന്താണ്, ഡ്രിങ്ക് സം വാട്ടർ. ഇനി അടുക്കള വൃത്തിയാക്കൂ അല്ലേ. എന്താണ്, ക്ലീൻ ദ കിച്ചൺ. അടുക്കള വൃത്തിയാക്കൂ എന്നുള്ളതിന് എന്താ പറയാ, ക്ലീൻ ദ കിച്ചൺ അല്ലേ. പിന്നെ നമ്മൾ പറയാം എന്ത് പറയേണ്ടത്, അടുക്കള വൃത്തിയാക്കൂ എന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ക്ലീൻ ദ കിച്ചൺ അല്ലേ. ക്ലീൻ ദ കിച്ചൺ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. ഇനി പാത്രങ്ങൾ കഴുകൂ എങ്ങനെയാണ് പറയേണ്ടത്, വാഷ് ദ ഡിഷസ് അല്ലേ. എന്താണ്, പാത്രങ്ങൾ കഴുകൂ എന്നുള്ളതിന് എന്ത് പറയണം, വാഷ് ദ ഡിഷസ് അല്ലേ. ഡിഷസ് എന്ന് പറയുമ്പോൾ പാത്രങ്ങൾ അല്ലേ. വാഷ് ദ ഡിഷസ്, പാത്രങ്ങൾ കഴുകൂ. ഓർമ്മയില്ലേ. അപ്പൊ എന്താണ്, ക്ലീൻ ദ കിച്ചൺ അല്ലേ, അടുക്കള വൃത്തിയാക്കാൻ പറഞ്ഞു. പിന്നെന്താണ്, വാഷ് ദ ഡിഷസ്, എന്താണ്, പാത്രങ്ങളൊക്കെ കഴുകൂ എന്നുള്ളതും പറഞ്ഞു അല്ലേ. ഇനി എന്താണ്, ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്തോളൂ അല്ലേ. എന്താണ് പറയാ, ടേക്ക് സം റെസ്റ്റ്, കുറച്ച് വിശ്രമിച്ചോളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ക്ഷീണിച്ചതല്ലേ, അപ്പൊ എന്ത് ചെയ്യണം, ടേക്ക് സം റെസ്റ്റ് അല്ലേ. എന്താണ്, കുറച്ച് വിശ്രമിക്കുക. അപ്പൊ കുറച്ച് വിശ്രമിക്കുക എന്നുള്ളതിന് എന്ത് പറയും, ടേക്ക് സം റെസ്റ്റ്. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാം എന്താണ്, ഹാവ് എ നൈസ് ഡേ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു അല്ലേ. എന്താണ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നുള്ളതിന് എന്താ പറയാ, ഹാവ് എ നൈസ് ഡേ എന്നുള്ളത് അല്ലേ. എന്താണ്, ഹാവ് എ നൈസ് ഡേ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോ 20 സെന്റൻസും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ, ഉണ്ടായിരിക്കൂലേ. നമ്മൾ എന്താണ് അടുക്കളയിലൊക്കെ ദിവസം, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ദിവസവും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓർമ്മയിൽ ഉണ്ടാകും അല്ലേ. എന്തായാലും ഇതിങ്ങനെ പറഞ്ഞു നോക്കിയാൽ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ ഇനി പ്രാക്ടീസ് ടൈം ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഇംഗ്ലീഷ് സെന്റൻസുകളും പറയാം, നിങ്ങൾ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പറയണം. ഓക്കെ, റെഡി അല്ലേ. ബ്രഷ് യുവർ ടീത്ത്, പറഞ്ഞേ എങ്ങനെയാണ്, ബ്രഷ് യുവർ ടീത്ത്. ഒന്നുകൂടി പറഞ്ഞു നോക്ക്, ബ്രഷ് യുവർ ടീത്ത്. പിന്നെന്താണ്, വാഷ് യുവർ ഫേസ്. എന്താണ് പറയേണ്ടത്, വാഷ് യുവർ ഫേസ് എന്നുള്ളത് അല്ലേ. അപ്പൊ ബ്രഷ് യുവർ ടീത്ത്, വാഷ് യുവർ ഫേസ്. അതുപോലെ തന്നെ എന്താണ്, വേക്കപ്പ്, വേക്കപ്പ് അല്ലേ. പറഞ്ഞു നോക്കിയേ, എന്താണ് വേക്കപ്പ്, വേക്കപ്പ്. ഇനിയോ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞേ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ടേക്ക് സം റെസ്റ്റ് അല്ലേ. എന്താണ്, ടേക്ക് സം റെസ്റ്റ്, കിട്ടില്ലേ. ഓക്കെ, ടേക്ക് എ ബാത്ത്. നെക്സ്റ്റ്, ടേക്ക് എ ബാത്ത്. അടുത്തായിട്ട് എന്താണ്, ടേക്ക് എ ബാത്ത് അല്ലേ. എന്താ ടേക്ക് എ ബാത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നുള്ളതാണ് അല്ലേ. ടേക്ക് എ ബാത്ത്. ലെറ്റ്സ് മേക്ക് ടീ. എന്ത് പറഞ്ഞേ, ലെറ്റ്സ് മേക്ക് ടീ അല്ലേ. ലെറ്റ്സ് മേക്ക് ടീ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചായ ഉണ്ടാക്കാം അല്ലേ. കട്ട് ദ വെജിറ്റബിൾസ്. എന്താണ്, കട്ട് ദ വെജിറ്റബിൾസ് അല്ലേ. പച്ചക്കറി അരിയൂ എന്ന് പറഞ്ഞു അല്ലേ. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മള്, ക്ലീൻ ദ കിച്ചൺ അല്ലേ. അടുക്കള വൃത്തിയാക്കാനായിട്ട് പറഞ്ഞു അല്ലേ. എന്താ പറഞ്ഞത്, ക്ലീൻ ദ കിച്ചൺ, ക്ലീൻ ദ കിച്ചൺ. വാഷ് ദ ഡിഷസ് അല്ലേ, വാഷ് ദി ഡിഷസ്, പാത്രം കഴുകുക എന്നുള്ളത്, വാഷ് ദി ഡിഷസ്. ഓക്കെ അല്ലേ. പ്ലീസ് ഈറ്റ്, ദയവായി കഴിക്കൂ അല്ലേ. പ്ലീസ് ഈറ്റ്, ദയവായി കഴിക്കൂ എന്നുള്ളത്. എന്താ പറയേണ്ടത്, ഈറ്റ്, കഴിക്കൂ അല്ലേ. കഴിക്കൂ കേട്ടോ, കഴിക്കൂ. എന്താണ്, പ്ലീസ് ഈറ്റ് അല്ലേ. പ്ലീസ് ഈറ്റ്, കഴിക്കൂ. വാഷ് ദ റൈസ്, അരി കഴുകൂ അല്ലേ. എന്താണ്, വാഷ് ദ റൈസ്, അരി കഴുകൂ. എന്താണ് അരി കഴുകുക എന്നുള്ളതിന് പറയേണ്ടത്, വാഷ് ദ റൈസ് അല്ലേ, അരി കഴുകൂ എന്ന് പറയും. ഇനി ലെറ്റ്സ് മേക്ക് ടീ എന്ന് പറഞ്ഞില്ലേ, ഒന്നുകൂടി പറഞ്ഞേ, ലെറ്റ്സ് മേക്ക് ടീ. ഇനി ടീയിലേക്ക് എന്താണ്, ബോയിൽ ദ വാട്ടർ അല്ലേ, വെള്ളം തിളപ്പിക്കൂ. ബോയിൽ ദി വാട്ടർ, ബോയിൽ ദി വാട്ടർ. ആഡ് ഷുഗർ, പഞ്ചസാര ഇടും അല്ലേ, ആഡ് ഷുഗർ. ഇങ്ങനെ പറയണ്ടേ, ആഡ് ഷുഗർ അല്ലേ. 6 സൈലന്റ് ആട്ടോ, ആഡ് ഷുഗർ. ഓക്കെ, ടീ ഈസ് റെഡി, ചായ റെഡി ആയി അല്ലേ. ടീ ഈസ് റെഡി. പറഞ്ഞു നോക്കണില്ലേ എൻ്റെ കൂടെ.
ലെറ്റ്സ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ, നമുക്ക് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാം. ലെറ്റ്സ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാം അല്ലെങ്കിൽ തയ്യാറാക്കാം എന്നൊക്കെ പറയും അല്ലെ. എന്താണ് പറയേണ്ടത്? ലെറ്റ്സ് കുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ദ ഫുഡ് ഈസ് റെഡി, ഭക്ഷണം റെഡിയായി. എന്താ പറയേണ്ടത്? ദ ഫുഡ് ഈസ് റെഡി. ഒന്നുകൂടി പറഞ്ഞേ, ദ ഫുഡ് ഈസ് റെഡി. ഇനി ഡ്രിങ്ക് സം വാട്ടർ, കുറച്ച് വെള്ളം കുടിക്കുന്നു അല്ലേ. എങ്ങനെ പറയണം? ഡ്രിങ്ക് സം വാട്ടർ. ഒന്നുകൂടി പറഞ്ഞേ, ഡ്രിങ്ക് സം വാട്ടർ. ഹാവ് എ നൈസ് ഡേ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു അല്ലെ. എന്താ പറയേണ്ടത്? ഹാവ് എ നൈസ് ഡേ. എന്താ പറയേണ്ടത്? ഹാവ് എ നൈസ് ഡേ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.